എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും മഹാശിവരാത്രി ആശംസകൾ. ഓരോ സ്ഥലങ്ങളിലെയും പാരണ സമയവും അതേപോലെ ചെറിയൊരു ഐതിഹ്യവുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. ശിവരാത്രിയെക്കുറിച്ചുള്ള ഒരു വീഡിയോ 2 ദിവസം മുമ്പ് ഇട്ടിരുന്നു. അതിൽ ബ്രഹ്മദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ഒരു കഥ പറഞ്ഞിരുന്നു. ശിവപുരാണത്തിലുള്ള കഥയാണത്. വീഡിയോ ലെങ്ത് കൂടുന്നത് കൊണ്ട് അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ കഥ. അപ്പോൾ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ബ്രഹ്മദേവനും മഹാവിഷ്ണുവും തമ്മിൽ തർക്കമുണ്ടാവുകയും ആരാണ് തങ്ങളിൽ ശ്രേഷ്ഠൻ എന്ന ഒരു ചോദ്യം വരികയും ചെയ്തു. അതൊരു യുദ്ധത്തിൽ എത്തിയപ്പോൾ അത് കണ്ടു പേടിച്ച് ദേവന്മാർ മഹാദേവനെ കണ്ട് കാര്യം പറയുകയും ചെയ്തു. ആദ്യം മഹാദേവൻ ഗണേശനെയും ഭൂതഗണങ്ങളെയും യുദ്ധക്കളത്തിലേക്ക് അയച്ചു. പിന്നാലെ ദേവീ സമേതം മഹാദേവനും പുറപ്പെട്ടു. മഹാസ്ത്രങ്ങൾ മൂലം 3 ലോകങ്ങളും ദഹിക്കും എന്ന് വന്നപ്പോൾ പരമശിവൻ അസ്ത്രങ്ങളുടെ ഇടയിൽ ഒരു അഗ്നിസ്തംഭമായി നിലകൊണ്ടു. 2 അസ്ത്രങ്ങളും അതിൽ തട്ടി ശമിച്ചു. 2 പേര് യുദ്ധം നിർത്തി. ഈ സ്തംഭം എവിടെ നിന്ന് വന്നു എന്ന് കണ്ടുപിടിക്കാൻ 2 പേരും കൂടെ പുറപ്പെട്ടു. മഹാവിഷ്ണു ഒരു പന്നിയുടെ രൂപത്തിൽ തൂണിന്റെ അടിഭാഗം കാണാനും ബ്രഹ്മാവ് ഹംസരൂപിയായി അതിന്റെ മുകളിലത്തെ അറ്റം കാണാനും പോയി. മഹാവിഷ്ണു തുടക്കം കാണാതെ ക്ഷീണിതനായി തിരിച്ചെത്തി. ബ്രഹ്മാവാണെങ്കിൽ മുകളിൽ ഒരു കൈതപ്പൂവിനെ കണ്ട് അതിനോട് ചോദിക്കും, സ്തംഭത്തിന്റെ അറ്റം കണ്ടുവോ എന്ന്. അത് കാണാൻ കഴിയില്ലെന്ന് കൈതപ്പൂ പറഞ്ഞു. എന്നാൽ ബ്രഹ്മാവ് പറയും, സ്തംഭത്തിന്റെ അറ്റം താൻ കണ്ടെന്നും അതിന് നീ സാക്ഷി പറയുകയും വേണമെന്ന്. 2 ആളും കൂടെ മഹാവിഷ്ണുവിനടുത്തെത്തി. എന്നിട്ട് പറയും, സ്തംഭത്തിന്റെ അറ്റം കണ്ടെന്നും കൈതപ്പൂ സാക്ഷിയാണെന്നും. പറഞ്ഞത് വിശ്വസിച്ച് മഹാവിഷ്ണു ബ്രഹ്മാവിനെ പൂജിച്ചു. അപ്പോൾ ആ സ്തംഭത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ട മഹാദേവനെ കണ്ട് അവർ വന്ദിച്ചു. മഹാദേവൻ മഹാവിഷ്ണുവിന് തനിക്ക് തുല്യമായ പദവി നൽകി അനുഗ്രഹിച്ചു. അസത്യം പറഞ്ഞ ബ്രഹ്മാവിനെ ശിക്ഷിക്കാനുറച്ച മഹാദേവന്റെ ഭ്രൂമധ്യത്തിൽ നിന്നും കാലഭൈരവൻ എന്ന ഒരു ഭയങ്കര പുരുഷൻ ഉദ്ഭവിച്ചു. മഹാദേവന്റെ ആജ്ഞാപ്രകാരം അവൻ ബ്രഹ്മാവിന്റെ കള്ളം പറഞ്ഞ 5ാമത്തെ തല വെട്ടി വീഴ്ത്തി. തന്റെ കാൽക്കൽ വീണ ബ്രഹ്മാവിനെ കണ്ട് സന്തുഷ്ടനായ പരമശിവൻ കാലഭൈരവനെ പിന്തിരിപ്പിച്ചു. അസത്യം പറഞ്ഞതുകൊണ്ട് ലോകത്തിൽ അദ്ദേഹത്തിന് പൂജയോ ഉത്സവമോ ആരും നടത്തുകയില്ലെന്ന് മഹാദേവൻ അരുളി ചെയ്തു. ദൈവപൂജയ്ക്ക് കൈതപ്പൂവിനെ എടുക്കാതിരിക്കട്ടെ എന്ന് പരമശിവൻ ശപിക്കുകയും ചെയ്തു. എന്നാൽ തന്റെ ഭക്തർ കൈതപ്പൂ ചൂടുന്നതാണെന്നും അപ്പോൾ ജന്മസാഫല്യം വരുമെന്ന ശാപമോക്ഷവും മഹാദേവൻ കൈതപ്പൂവിന് കൊടുത്തു. കൈതപ്പൂ പൂജയ്ക്ക് എടുക്കാത്തത് ഇത് കാരണമാണെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ശിവരാത്രി വ്രതം മുറിക്കേണ്ട സമയം നോക്കാം. അതായത് ഓരോ സ്ഥലങ്ങളിലുമുള്ള സമയമായിട്ട് പറയാം. ചതുർദശി തിഥി ആരംഭിക്കുന്നത് 2026 ഫെബ്രുവരി 15 5:04 മുതൽ 16-ാം തീയതി 5:34 വരെയാണ്. ചതുർദശി തിഥി കഴിയും മുൻപാണ് പാരണ ചെയ്യേണ്ടത്. വ്രതം മുറിക്കേണ്ട രീതിയൊക്കെ എങ്ങനെയാണെന്നുള്ളത് 2 ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറെ നേരത്തെ വ്രതത്തിന് ശേഷം പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോൾ എപ്പോഴും ലഘുഭക്ഷണം മാത്രമേ കഴിക്കാവൂ. ഏറ്റവും ഉത്തമം കഞ്ഞിയായിരിക്കും. സൂര്യോദയത്തിന് ശേഷമാണ് പാരണാ സമയം വരിക. ഇനി ഓരോ സ്ഥലത്തുള്ള പാരണാ സമയം പറയാം. ഒരുവിധം എല്ലാ സ്ഥലത്തും പാരണാ സമയം വരുന്നത് 16-ാം തീയതി 6:40 ശേഷം, അതായത് രാവിലെ 6:40 ശേഷം വൈകുന്നേരം 3:34 ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുള്ളൂ. കേരളത്തിലെ പാരണാ സമയം വരുന്നത് രാവിലെ 6:59 മുതൽ 3:24 വരെ. സിംഗപ്പൂർ 7:10 മുതൽ 4:40 വരെ. ഖത്തർ 6:05 മുതൽ. ഒമാൻ 6:36 മുതൽ. കുവൈറ്റ് 6:23 മുതൽ. ബഹ്റൈൻ 6:08 മുതൽ. സൗദി അറേബ്യ 6:28 മുതൽ. ഷാർജ 6:52 മുതൽ 3:23 വരെ. ദുബായ് 6:53 മുതൽ 3:24 വരെ. അബുദാബി 6:51 മുതൽ.
രാവിലെ ഈ പറഞ്ഞതിന് ശേഷമുള്ള സമയത്ത്, അതായത് ചതുർദശി തിഥി കഴിയുന്നതിന് മുമ്പ് പാരണ ചെയ്യേണ്ടതാണ്. ഒരിക്കൽ കൂടെ പറയാൻ, ചതുർദശി തിഥി കഴിയുന്നത് 5:34 അങ്ങനെയാണെങ്കിലും ആ രാവിലെ ആ സമയത്ത് തന്നെ, അതായത് ഇതിൽ പറഞ്ഞ സമയത്തിന് ശേഷം നമുക്ക് പാരണ വിടുന്നതാണ് ഏറ്റവും നല്ലത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതെല്ലാം ഒന്ന് മെൻഷൻ ചെയ്യാം. അതേപോലെ ഗൾഫ് രാജ്യങ്ങളിൽ ചതുർദശി അവസാനിക്കുന്ന സമയവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഓരോരുത്തർക്ക് പറ്റുന്നത് പോലെ ശിവരാത്രി വ്രതം എടുക്കാൻ നോക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.